നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. പാചകവാതക വിലയും വീണ്ടും കൂട്ടി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയാണ് വർദ്ധിപ്പിച്ചത്. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 951 രൂപയായി കടന്നു. പുതിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 913 രൂപയിൽ നിന്ന് 942 രൂപയായി വർദ്ധിച്ചു. ജൂണിൽ വാണിജ്യ ആവശ്യത്തിനുള്ള LPG വിലയിൽ 42 രൂപയുടെ വർധന വരുത്തിയിരുന്നു. പാചകവാതക വില വർധനവിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 29 രൂപ കൂട്ടിയ നടപടി ജനദ്രോഹമാണെന്ന് ഇത് പിൻവലിക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾ ത്യാഗസന്നദ്ധരാകണമെന്നും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജനജീവിതത്തെ ദോഷമായി ബാധിക്കുന്ന ഒട്ടേറെ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഗാർഹിക LPG സിലിണ്ടറിന്റെ 29 രൂപ കൂട്ടിയ നടപടി സാധാരണ ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കും. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഈ ജനദ്രോഹ നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. വർദ്ധിപ്പിച്ച നിരക്ക് പ്രകാരം 14.2 കിലോഗ്രാം LPG സിലിണ്ടറിന് 951 രൂപയായി. മാർച്ച് 7 സിലിണ്ടറിന് 60 രൂപയായി വർദ്ധിച്ചിരുന്നു. വാണിജ്യ പാചകവാതകത്തിന്റെ വില ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിനാൽ ഹോട്ടൽ വ്യവസായം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. മെയ് പകുതിക്ക് ശേഷം പെട്രോൾ ഡീസൽ വിലകൾ ലിറ്ററിന് മൊത്തത്തിൽ 7.50 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതിനൊപ്പം CNGക്കും കിലോഗ്രാമിന് 6 രൂപയും വർദ്ധിച്ചു. ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. പെട്രോളിയം വില വർധന മൂലം ലഭ്യമാക്കുന്ന അധിക നികുതി ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും വിലക്കയറ്റത്തിന്റെ രൂക്ഷതയിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കണമെന്നും നിയമസഭയിൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന നിഷേധാത്മക ജനദ്രോഹ നിലപാടുകൾ തിരുത്തണം, പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺഗ്രസും കേന്ദ്രത്തെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വന്തം നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരെ അമിതമായി വിലക്കയറ്റത്തിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയില്ലെന്നില്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വില വർധനവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു.